താമരശ്ശേരി ചുരത്തിലെ മണ്ണിടിച്ചിൽ ആശങ്കയുടെ സാഹചര്യമില്ലെന്ന് മണ്ണു സംരക്ഷണ വിദഗ്ധനും വയനാട് ജില്ലാ മുൻ സോയിൽ കൺസർവേഷൻ ഓഫീസറുമായ PU ദാസ്. വയനാട്ടിലേക്ക് താമരശ്ശേരി ചുരം വഴി യാത്രയ്ക്ക് നിലവിൽ യാതൊരു ആശങ്കയും ആർക്കും വേണ്ടെന്നും PU ദാസ് വ്യക്തമാക്കി. താമരശ്ശേരി ചുരത്തിലെ 9ാം വളവിലുണ്ടായ മണ്ണിടിച്ചിലിൽ ആശങ്ക വേണ്ടെന്ന് മണ്ണ് പരിശോധനാ വിദഗ്ധനും വയനാട് ജില്ലാ സോയിൽ കൺസർവേഷൻ ഓഫീസറുമായിരുന്ന PU ദാസ് വ്യക്തമാക്കി. ഇത്തരത്തിൽ മേൽമണ്ണിനും മരങ്ങൾക്കുമിടയിലുള്ള കരിങ്കൽ അടുക്കുകൾ ഊർന്നു പോകുന്നത് മലയോര മേഖലകളിൽ സാധാരണ സംഭവിക്കാറുള്ളതാണ്. വർഷങ്ങൾക്കിടയ്ക്ക് അതിവർഷമുള്ള സാഹചര്യത്തിൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കാറുള്ളൂ. പ്രധാന കരിങ്കൽ പാറയ്ക്ക് മുകളിൽ പാളികൾക്കുള്ളിലേക്ക് നനവും വെള്ളവും ഇറങ്ങുന്നതും മരങ്ങളുടെ വേരുകൾ വ്യാപിക്കുന്നതും കനത്ത മഴയിൽ പാറക്കല്ലുകളുടെ പാളി പ്രധാന കരിങ്കൽ പാറയിൽ നിന്ന് വഴുതി മാറുമ്പോഴുമാണ് മണ്ണിടിച്ചിലുണ്ടാകുന്നതെന്നും PU ദാസ്. താമരശ്ശേരി ചുരത്തിൽ കണ്ടത് വളരെ സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പാണ്. ഏകദേശം ഒരു 60 ഡിഗ്രിയോളം ചെരിവുള്ള കുന്നാണ്. കുന്നൻ പ്രദേശത്താണ് ഇത്തരത്തിലുള്ള ഈ ഡെബ്രി ഫ്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ കല്ല് വരാൻ സാധ്യത ഇളകി നിൽക്കുന്ന കല്ലുകൾ നേരിട്ട് റോഡിലേക്ക് വീണ് ആഘാതം ഉണ്ടാക്കുന്നത് തടയുന്നതിനായിട്ട് അതിനിടയ്ക്കിടയ്ക്ക് ഗേബിയൻ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഗേബിയൻ ഉപയോഗിച്ചിട്ടുള്ള ചെറിയ ചെറിയ ചെക്ക് ഡാമുകൾ നിർമ്മിക്കുക. ഉയർന്ന ഭാഗത്ത് മണ്ണ് നിരങ്ങി വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ മുള വെച്ചുപിടിക്കും. ബാംബു പ്ലാന്റിംഗ് നടത്തുന്നത് കുറേം കൂടി ആ പ്രദേശത്ത് സ്റ്റേബിൾ ആക്കുന്നതിനും സഹായകരമാണ്. ഇളകിയ കരിങ്കൽ പാളികൾ റോഡിലേക്കും മറ്റും വരാതിരിക്കാൻ എളുപ്പത്തിൽ ശാസ്ത്രീയമായി തന്നെ പ്രതിരോധങ്ങൾ തീർക്കാമെന്നും ചുരം വഴിയുള്ള വയനാട്ടിലേക്കുള്ള യാത്രയ്ക്ക് അനാവശ്യ ആശങ്ക ആവശ്യമില്ലെന്നും PU ദാസ് വ്യക്തമാക്കി. റോഡ് അരികുകളിലേക്കും മറ്റും അപകടകരമായ നിലയിലുള്ള മരങ്ങളും പാറക്കല്ലുകളും പരിശോധിക്കുമെന്നും ആവശ്യമെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുമെന്നുമാണ് വയനാട്, കോഴിക്കോട് ജില്ലാ ഭരണകൂടങ്ങളും വ്യക്തമാക്കിയിട്ടുള്ളത്. താമരശ്ശേരി ചുരത്തിലൂടെ വയനാട്ടിലേക്കുള്ള വാഹനയാത്ര ദുഷ്കരമാണെന്ന വ്യാജ പ്രചാരണം നടക്കുന്നത് ഓണക്കാലത്തെ വിനോദസഞ്ചാര രംഗത്തെ പോലും അനാരോഗ്യകരമായി ബാധിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.